ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ സോണൽ അസംബ്ലിയുടെ ഭാഗമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു ഡിസ്കഷനിലേക്ക് കിടക്കും മുമ്പ് നമ്മുടെ കൂടിയായിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒന്ന് ജിസ്യൂത്തിലൂടെ വളർന്നു വന്ന ജിസ്യൂത്ത് വൈദികനായിട്ട് ഇന്നും ജീവിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ദൈവച്ചനാണ് നമ്മുടെ കൂടെയുള്ളത്. അച്ഛൻ നമസ്കാരം. അതുപോലെ തന്നെ ജിസ്യൂത്ത് മേഖലയിലൂടെ യുവത്വത്തിന്റെ മേഖലയിൽ ഏറ്റവും നല്ല ഈശോയെ പ്രഘോഷിക്കുന്ന വ്യക്തി കൂടെ നമ്മുടെ കൂടെയുണ്ട്. കുരിയച്ചിറയിലെ ജോണാണ് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം. എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു. ഞാൻ ഷാൻഡോ വടക്കാഞ്ചേരി ഇടവകയാണ്. ജിസ്യൂത്തിലൂടെ ഇന്ന് വരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ സോണൽ അസംബ്ലിക്ക് വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സോണൽ അസംബ്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർ ജിസിസി മുന്നേറ്റത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് സോൺ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് യുവജനങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഒരു 3 ദിവസത്തെ ഒരു ഒരുക്കവും അതിലൂടെ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകുന്നു. നമ്മുടെ ഈ പൗലോസ്ലിഹയെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പൗലോസ്ലിഹയുടെ ഒരു മാറ്റത്തെ നമുക്ക് ഒരു അല്ലെങ്കിൽ ആ ഒരു വിളിയെ എങ്ങനെ നമുക്ക് ഒരു സോണൽ അസംബ്ലിയുമായിട്ടൊന്ന് കൊണ്ടുപോകാൻ പറ്റും? എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു പൗലോസ്ലിഹയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സഭയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് വചനത്തിലാണ്. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് പൗലോസ്ലിഹ. അപ്പം എനിക്ക് തോന്നുന്നത് പൗലോസ്ലിഹയുടെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നവരോട് മറുപടി പറയാൻ സദാസന്നദ്ധരായിരിക്കും. ഇന്ന് പല ആളുകൾക്കും നമുക്ക് മറുപടി പറയാൻ പറ്റുന്നത് ഈ പൗലോസ്ലിഹ എഴുതിയ ലേഖനങ്ങളുള്ളതുകൊണ്ടാണ്. അത് വിജാതികളോടുള്ള പെരുമാറ്റമായിരിക്കാം, എല്ലാ കാര്യത്തിനെ കുറിച്ച്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം, പ്രത്യേകിച്ച് ഒരു യുവജനങ്ങൾ സോണൽ അസംബ്ലി എന്ന് പറയുന്ന നേതൃത്വത്തിൽ വരുന്ന ആളുകളാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, യുവജനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ആൾക്കാർ അങ്ങനെ തയ്യാറുള്ള വേദികളില്ല. അത് ഇന്റലക്ച്വൽ ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ, സോഷ്യലായിരിക്കാം. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് മറുപടി പറയാൻ തക്ക വിധം ജീസസ് യൂത്തിൽ യുവജനങ്ങൾ വളരണം എന്നുള്ളതാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ അങ്ങനത്തെ ഒരു ഇന്റലക്ച്വൽ, കാരണം പൗലൂസ് എന്ന് പറയുന്ന ഒരാൾ മാനസാന്തരപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടായത്. ഇതിനു മുമ്പ് സ്ലീഹന്മാർ 12 പേരുണ്ട്. പക്ഷേ ഈ പൗലൂസിന്റെ ഇമ്പാക്ട് അന്നത്തെ ഒരു തിയോളജിക്കൽ ഫിലോസഫിക്കൽ വേൾഡിൽ കൃത്യമായ മറുപടികൾ പറയാൻ സാധിക്കും. അപ്പം അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന ആളുകളായിട്ട് ജിസ്യൂത്ത് ആളുകളാണ്. നമുക്ക് ചില ആളുകൾ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞവരുണ്ട്, പക്ഷെ പൗലൂസിനെ പോലെ വിളിച്ചു വരാത്ത കുറേ ആളുകളുണ്ട്. അവര് വന്നാലാണ് ശരിക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ അപ്പസ്തല പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസിനെ നരേറ്റ് ചെയ്യുന്നൊരു ഭാഗം ഇങ്ങനെയാണ്. അതായത് കർത്താവിന്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പടയാളിയായിട്ടാണ്. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അങ്ങേയറ്റം കണിശക്കാരനാണ്. ഞാൻ ചെയ്ത കാര്യം കറക്റ്റ് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ ശിഷ്യർക്ക് നേരെ കൊല്ലാനായിട്ട് മാത്രം പ്രതികാരതാക്കിയോടുകൂടി നടക്കുന്ന പൗലോസാണ്, സാവൂളിനെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം കർത്താവിന്റെ ഒരു സ്പർശനം അനന്യാസ്ത്രവചനോടെ കിട്ടുന്നു. അതിനുശേഷം സാവൂളായിട്ട് മാറുന്നു. ഇതേപോലെ പല യുവത്വങ്ങളും ഉണ്ട്. അതായത് കർത്താവിന്റെ സഭയെ പീഡിപ്പിക്കുന്നത്, പല രീതിയിലുള്ള പ്രലോഭനങ്ങളിൽ പെട്ടിട്ട് കർത്താവിന്റെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന മക്കളുണ്ട്. പക്ഷെ ഇവർക്കും അനനിയാസിനെ പോലുള്ള ഒരു ടച്ച്, അല്ലെങ്കിൽ സാവൂളിന് കിട്ടിയ പോലത്തെ ഒരു ടച്ച് പലപ്പോഴും കിട്ടുന്നുണ്ട്. പക്ഷെ പല വ്യക്തികൾക്കും, അല്ലെങ്കിൽ ജിസ്യൂത്തിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ജിസ്യൂത്ത് പുറത്തേക്ക് നിൽക്കുന്ന വ്യക്തികളോ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സോണൽ അസംബ്ലിക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ജിസ്യൂത്തിനും ഇങ്ങനത്തെ ഒരു വിളികൾ കിട്ടുന്നുണ്ടായിരിക്കും. ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിപ്പോ സാവൂളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ ഏതിലായിരുന്നു കൺവിക്ഷൻ, അതിൽ 100% ആളാണ്, 100% ഉള്ള ആളാണ്. അപ്പൊ അത് ആൾക്ക് അങ്ങനെ ഒരു ഗോഡ് സീക്കിംഗ് നേച്ചർ ഉള്ളതുകൊണ്ടാണ്, ദൈവികത എന്തെന്ന് അന്വേഷിക്കുന്ന ഒരാളായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രശ്നം, എനിക്ക് കംഫർട്ടബിൾ ആയ സാധനമാണ് ദൈവികത. അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ അങ്ങനെ ഫോർവേഡ് ചെയ്യുന്നത്. അതിന് പകരം ദൈവം എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇന്ന് അവന് കൃത്യമായിട്ട് മറുപടി മനസ്സിലായപ്പോൾ പൗലോസ്ലിഹ മാറി എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് മനസ്സിലാകുന്നത്, ഇവനേക്കാളും എത്രയോ ലോ ആയിരിക്കണം അനന്യാസ്. പൗലോസ്ലിഹ പറയുന്ന ഒരു, ഞാൻ ഗമാലിയലിന്റെ കീഴിൽ പഠിച്ച ആളാണ്, ആളുടെ ഇത് വെച്ചിട്ട് എത്രയോ ലോ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അയാൾക്ക് ശിഷ്യപ്പെടാൻ റെഡിയാവുന്നതാണ്. ഈ ജീസസ് യൂത്ത് എന്ന് പറയുന്ന ഈ യുവജന മുന്നേറ്റം ഇതേപോലെ ശിഷ്യപ്പെടാൻ റെഡിയാകുന്നതാണ് പ്രധാനം. കാരണം എങ്കിൽ മാത്രമേ കൃപ വെളിപാടും. നമ്മളിപ്പോ 10 വർഷമായാലും 20 വർഷമായാലും ഇങ്ങനെ ശിഷ്യപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ശിഷ്യപ്പെടലുകൾ ജീസസ് യൂത്തുകളിൽ ഈ കാലഘട്ടങ്ങളിൽ അത് കുറെ സൂക്ഷിച്ചു വരുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് ഈ സ്പിരിച്വൽ ഡയറക്ഷനും എൽഡർ ഒക്കെ ഭയങ്കര ഇതായിരുന്നു. ആ കുറച്ചു കാര്യങ്ങൾ വീണ്ടെടുത്ത് തിരിച്ചു പിടിക്കണമെന്നാണ് എനിക്ക് തോന്നിയത് പ്രധാനപ്പെട്ടത്.
നമ്മളിപ്പോ സോണൽ അസംബ്ലിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു വരുന്നതാണ്. വിശുദ്ധ പൗലോസ് സ്ലീഹായ്ക്കുണ്ടായിരുന്ന ആ ഒരു തീക്ഷ്ണ അനുഭവത്തോട് കൂടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറയുന്നത് ഇതേപോലത്തെ റിട്രീറ്റ് സെന്ററിൽ വെച്ചിട്ട് മാർച്ച് 29 മുതൽ 31 വരെയാണ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ പ്രത്യേകം നമുക്ക് സോണില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു വരിക.